ഈ ഓണപരീക്ഷയിൽ +2 കെമിസ്ട്രിയിൽ 6 മാർക്ക് വരെ ഉറപ്പിക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അവസാനം വരെ കാണുക. +2 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ഏതൊക്കെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയുടെ പഠിക്കുകയാണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആ ഇക്വേഷൻസുകൾ ഈ ഒരൊറ്റ വീഡിയോയുടെ നമ്മൾ സെറ്റാക്കാനായിട്ട് പോവുകയാണ്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളിൽ ഏതാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയുടെ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. 6 മാർക്ക് ഉറപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഒരു വോളറ്റൈൽ ലിക്വിഡിൽ ഈസിയായി വേപ്പറായി മാറുന്ന ലിക്വിഡുകളെയാണ് വോളറ്റൈൽ ലിക്വിഡ് എന്ന് പറയുന്നത്. അതിൽ നോൺ വോളറ്റൈലിലെ സൊല്യൂട്ട് ചേർക്കുന്നു, വേപ്പറായി മാറാത്ത സൊല്യൂട്ടുകളെ ചേർക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് വെള്ളത്തിൽ പഞ്ചസാരയോ വെള്ളത്തിൽ ഉപ്പോ ചേർക്കുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയുള്ള സൊല്യൂഷനുകളിൽ 4 പ്രോപ്പർട്ടികളിൽ മാറ്റം വരുന്നുണ്ടായിരിക്കും. ഈ സൊല്യൂട്ട് ചേർക്കുന്നതിനനുസരിച്ച് 4 പ്രോപ്പർട്ടികൾ മാറുന്നു. നമ്മൾ ചേർത്ത സൊല്യൂട്ട് ഏതാണെന്ന് പോലും നമുക്ക് അറിയേണ്ടതില്ല. നമ്മൾ ചേർത്ത സൊല്യൂട്ടിൻ്റെ അളവിനനുസരിച്ച് മാത്രം മാറുന്ന ആ 4 പ്രോപ്പർട്ടികളെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. എന്താണ് നോക്കൂ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് dilute solutions of non-volatile solute whose values depends upon the amount of solute particle present in the solution. അതിൽ ആ സൊല്യൂഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള സൊല്യൂട്ടുകളുടെ അളവിനനുസരിച്ച് മാത്രം മാറുന്ന പ്രോപ്പർട്ടികൾ. ബട്ട് നോട്ട് ഓൺ ദ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഓഫ് ദ സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി മറ്റേത് പ്രോപ്പർട്ടിയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള 4 പ്രോപ്പർട്ടികളാണ് റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ കുറയുകയാണ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ഉറപ്പാണ് ബോയിലിംഗ് പോയിന്റ് കൂടും. ഇലവേഷനും ബോയിലിംഗ് പോയിന്റ് കൂടും. അതിനനുസരിച്ച് ഫ്രീസിംഗ് പോയിന്റ് എന്തെയും കുറയും. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, പിന്നെ ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ 4 കാര്യങ്ങളുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ 4 പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കുക എന്നറിയാമോ? ആ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ്. ഈ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മെത്തേഡുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. ഇതിൽ കുറച്ച് കൂടുതൽ ടേമുകൾ വരുന്നുണ്ട്, അതിൽ നമ്മൾ പറയാം. ഓക്കെ, വളരെ കുറഞ്ഞ സമയത്ത് മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഈ 4 കാര്യങ്ങളിൽ നിന്നും വരുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ്, പ്രോബ്ലംസിന് വേണ്ട ഇക്വേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇക്വേഷൻ, നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MB. B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും A എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റുമാണ്. എന്താണ് A എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റ്, B എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്. ഇപ്പോൾ MB എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു PA0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P. A എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണെന്ന് പറഞ്ഞു. PA0 എന്ന് പറഞ്ഞാൽ Aയുടെ മാത്രം വേപ്പർ പ്രഷർ. A പ്യുവർ ആയിരിക്കുന്ന സമയത്തുണ്ടാകുന്ന വേപ്പർ പ്രഷറാണ് PA0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ആയതിനു ശേഷം എത്രത്തോളം വേപ്പർ പ്രഷർ കുറഞ്ഞു, ചേഞ്ച് ഇൻ വേപ്പർ പ്രഷറാണിത്. ഓക്കെ, PA0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P ഇൻറ്റു WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MA. ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയായി ഓർത്ത് വയ്ക്കുക. PA0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ P WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MA. അതുപോലെ വരുന്ന മറ്റൊരു ഇക്വേഷനാണ് ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൻ്റെ കേസ് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ മോളാർ മാസ് ഓഫ് B എന്ന് പറഞ്ഞാൽ വളരെ 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 ഈസിയാണ്. ഓർത്ത് വയ്ക്കാനുള്ള ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. നോക്കുക, ഇതിലും 5 ആൾക്കാരുണ്ട്, ഇതിലും 5 ആൾക്കാരുണ്ട്. WB ഡിവൈഡഡ് ബൈ WA അത് എല്ലാത്തിലും ഒരേപോലെ വരും. ഇനി അടുത്തതിൽ അതുപോലെ തന്നെ വരും. ഓക്കെ, ഇനി ഇവിടെ മുന്നിലുള്ള ആൾക്കാരെ നോക്കുക, അവസാനം ചേർക്കുന്ന ആൾക്കാരെ നോക്കുക. ഇവിടെ KB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റൻ്റ് ആണ്. KB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ TB എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എത്ര കണ്ട് കൂടി എന്നതാണ്. എത്ര ബോയിലിംഗ് പോയിന്റ് കൂടി, ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിന്റ് ആണത് ഡെൽറ്റ TB എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. അത് വെച്ചുകൊണ്ട് നിങ്ങളൊരു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ MB ഈസ് ഈക്വൽ ടു, നോക്കുക ഈ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര വളരെ ഈസിയാണെന്നുള്ളത് ഓർക്കുക. നോക്കുക, അവിടെ KB ആണെങ്കിൽ ഇവിടെ KF ഡിവൈഡഡ് ബൈ, അവിടെ ഡെൽറ്റ TB ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ TF, WB ഡിവൈഡഡ് ബൈ WA എല്ലാത്തിലും ഉണ്ട് ഇൻറ്റു 1000. ഓക്കെ, WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000, WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. ഈ ഫ്രണ്ടിലുള്ളത് മാത്രമാണ് ചെറിയൊരു മാറ്റം വരുന്നത്. എന്തൊക്കെയാണ് ഈക്വേഷൻ നോക്കുക? MB ഈസ് ഈക്വൽ ടു KFI ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. MB വേറെ ബോയിലിംഗ് പോയിന്റിൻ്റെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ KB ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. ഇതുപോലെ തന്നെ വേപ്പർ പ്രഷറിൻ്റെ ടേമിൽ വരികയാണെങ്കിൽ
റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ടൈമിൽ വരികയാണെങ്കിൽ PA0 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വി WB ഡിവൈഡ് ബൈ WA ഇൻറ്റു 1000 അല്ല മറിച്ച് ഇൻറ്റു MA ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടൊക്കെ പ്രോബ്ലംസ് ഒക്കെ 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. ഈക്വേഷൻസ് ഒക്കെ ഫുള്ള് സെറ്റാക്കുക. ഇനി അതുപോലെ തന്നെ ഞാനിത് പറഞ്ഞില്ല, KF എന്ന് പറഞ്ഞാൽ ഇത് ബോയിലിംഗ് പോയിന്റ് ഇലവേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് എത്ര കണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ ചേഞ്ച് ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഓസ്മോട്ടിക് പ്രഷറും അതിൻ്റെ ഇക്വേഷൻ. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പൈ ആണ്. പൈ ഈസ് ഈക്വൽ ടു CRT. പൈ ഈസ് ഈക്വൽ ടു CRT. സി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ് കേട്ടോ. മൊളാരിറ്റി, കോൺസെൻട്രേഷൻ മൊളാരിറ്റി ആണ്. അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആണ് വരിക പൈ വി ഈക്വൽ ടു NRT. ഇതിലേതെങ്കിലും ആണ് ചോദിക്കുക കേട്ടോ. ഇതിലേതെങ്കിലുമാണ് ചോദിക്കുക. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. ഇത് തന്നെ ധാരാളമാണ്. ഓക്കെ, റെഡി. ഇതിനപ്പുറത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് കൂടുതൽ അറിഞ്ഞിരിക്കാം. എന്താണ് ഓസ്മോസ് എന്ന് അറിഞ്ഞിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്മോസ് ഉറപ്പാണ് ചോദിക്കും. ഈ 4 പ്രോപ്പർട്ടികൾ ഉറപ്പായി നിങ്ങളോട് ചോദിക്കുന്നത്. എന്താണ് ഓസ്മോസിസ്, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, എന്താണ് റിവേഴ്സ് ഓസ്മോസ്, എന്താണ് ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഈ കാര്യങ്ങളായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കുക. ഉറപ്പാണ്. ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ എപ്പോഴും എല്ലാം ഫ്ലോ ചെയ്യുന്നത് ഹയർ നിന്ന് ലോവറിലോട്ടായിരിക്കും. ഹൈ പൊട്ടൻഷ്യൽ ലോ പൊട്ടൻഷ്യലിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നു. ഹൈ പ്രഷർ ലോ പ്രഷറിലോട്ട് എയർ ഫ്ലോ ചെയ്യുന്നു. നേരെ തിരിച്ച് ചിന്തിക്കുക. ലോയിൽ നിന്ന് ഹൈയിലോട്ടാണ് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടായിരിക്കുക, ഓസ്മോസിസ് ഉണ്ടായിരിക്കുക. സോൾവെൻറ്റിൻ്റെയാണ് ഫ്ലോ. കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്കുള്ള സോൾവെൻറ്റിൻ്റെ ഫ്ലോ ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിനാണ് ഓസ്മോസ് എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോസിസ് നിൽക്കാൻ വേണ്ടി ഹയർ കോൺസെൻട്രേഷൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഡെഫിനിഷനൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. ഇനി റിവേഴ്സ് ഓസ്മോസ് എന്ന് പറഞ്ഞാൽ ഹയർ കോൺസെൻട്രേഷൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലായാൽ ഈ ഓസ്മോസിസ് റിവേഴ്സ് ആവും. അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് സോൾവെന്റ് ഫ്ലോ ചെയ്യും ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി 2 സൊല്യൂഷനുകൾക്ക് ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ അത് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. ഇനി ഒരാൾക്ക് കൂടുതലും മറ്റൊരാൾക്ക് കുറവുമാണ് എന്നുണ്ടെങ്കിൽ കൂടിയവനെ ഹൈപ്പർട്ടോണിക് എന്നും കുറഞ്ഞവനെ ഹൈപ്പോട്ടോണിക്കും എന്നും പറയും. ഓക്കെ, ആ ഡെഫിനിഷനിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓസ്മോസ് എന്താണെന്ന് നോക്കുക എല്ലാവരും. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നോക്കുക. റിവേഴ്സ് ഓസ്മോസിസും ഐസോട്ടോണിക് സൊല്യൂഷനും എന്താണെന്ന് മനസ്സിലാക്കുക. റിവേഴ്സ് ഓസ്മോസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ചോദിക്കും. ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്നും ശുദ്ധജലത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.